നരേന്ദ്രമോദിയെ മൂന്നാം വട്ടവും എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി വകുപ്പുകൾ ആർക്കൊക്കെയാണ്, കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എത്തുമെന്നാണ് നമ്മൾ അറിയേണ്ടത്. ഇന്ന് തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചേക്കും. ഇപ്പോൾ ചിരാഗ് പാസ്വാൻ സംസാരിക്കുകയായിരുന്നു. സഖ്യകക്ഷി നേതാക്കളെല്ലാം നരേന്ദ്രമോദിക്ക് അകമഴിഞ്ഞ പിന്തുണ നൽകുകയാണ്. നിതീഷ് കുമാർ ആകട്ടെ, ചന്ദ്രബാബു നായിഡു ആകട്ടെ, ഇന്ത്യയുടെ യശസ് ലോകത്തിന് മുന്നിൽ ഉയർത്തിയ നേതാവാണ് നരേന്ദ്രമോദി എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കാനും പ്രതിപക്ഷം രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാനും അവർ മറക്കുന്നില്ല. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ബസന്ത്, ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കാണുമോ? भारत नहीं बल्कि विश्व के प्रसिद्ध नेता माननीय नरेंद्र कुमार मोदी जी और साथीगण और खास करके जो नवनिर्वाचित हमारे सांसदगण आए हैं. സാധ്യതാ പട്ടികയിൽ പീയൂഷ് ഗോയലിന്റെ പേരുണ്ട്, സുരേഷ് ഗോപിയുടെ പേരുണ്ട്, അതോടൊപ്പം ഡോക്ടർ എസ് ജയശങ്കർ തുടരും, റീറ്റെയിൻ ചെയ്യും ജയശങ്കറെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതൊക്കെ വകുപ്പുകളിൽ ആർക്കൊക്കെ മാറ്റം വരുമെന്ന് കൂടി അറിയേണ്ടതുണ്ട്. പുതിയതായി കേന്ദ്രമന്ത്രിസഭയിലേക്ക് ആരൊക്കെ എത്തും, സഖ്യകക്ഷികളുടെ വകുപ്പുകൾ ഏതൊക്കെയായിരിക്കും, അവർക്ക് എത്ര കേന്ദ്രമന്ത്രി സ്ഥാനം നൽകും, സ്പീക്കർ സ്ഥാനത്തേക്ക്, സ്പീക്കർ പദവിയിലേക്ക് ആര് വരും, അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും 3.0 സർക്കാരിന് വേണ്ടി നരേന്ദ്രമോദി തയ്യാറെടുത്ത് കഴിഞ്ഞു. ബസന്ത, ഇന്ന് രാഷ്ട്രപതിയെ കാണുമോ? ഇന്ന് തന്നെ രാഷ്ട്രപതിയെ കാണാനാണ് എൻ ഡി എയുടെ തീരുമാനം. അതായത് എൻ ഡി എയുടെ നേതാവായി നരേന്ദ്രമോദിയെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ പിന്തുണ കത്തുകളുമായി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ട് സർക്കാർ ഉണ്ടാക്കുന്നതിന് അവകാശവാദം ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ രാഷ്ട്രപതിയെ കാണുന്നു. മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യാനാണ് തീരുമാനം. ഞായറാഴ്ച വൈകിട്ടായിരിക്കും സത്യപ്രതിജ്ഞ. അതിനുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രപതി ഭവനിൽ ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുമുണ്ട്. ഏതായാലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ എൻ ഡി എയുടെ 16 രാഷ്ട്രീയ പാർട്ടികളാണ് എൻ ഡി എയിലുള്ളത്. അത് ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന 15 രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് പൂർണ്ണമായ പിന്തുണ തന്നെയാണ് അർപ്പിച്ചിട്ടുള്ളത്. ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ, ചിരാഗ് പാസ്വാൻ, അജിത് പവാർ, ഏക്നാഥ് ഷിൻഡെ തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ സംസാരിക്കുകയാണ്. യു പിയിൽ നിന്നും മൂന്നാം വട്ടവും എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട അനുപ്രിയ പട്ടേൽ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്നു. ഇത്തവണയും സഹമന്ത്രി സ്ഥാനം ലഭിക്കും. കേന്ദ്രീയ കക്ഷ में मौजूद एनडीए के മൂന്നാം ഊഴത്തിന് മോദി തയ്യാറായി കഴിഞ്ഞു. സഖ്യകക്ഷികളുടെ പിന്തുണ ലഭിച്ചു കഴിഞ്ഞു. ഈ രാഷ്ട്രപതിയെ ഇന്ന് തന്നെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞായറാഴ്ച വൈകിട്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. जनता का विश्वास प्राप्त करके यहाँ पर नवनिर्वाचित होकर आए सभी माननीय सांसदगणों का കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ചർച്ചകളാണ് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സഖ്യകക്ഷി നേതാക്കളൊക്കെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഏക്നാഥ് ഷിൻഡെയും ജിതിൻ റാം മാഞ്ചിയും ചിരാഗ് പാസ്വാനും എല്ലാം നരേന്ദ്രമോദിക്ക് അകമഴിഞ്ഞ പിന്തുണ അറിയിക്കുകയാണ്. കൂടെയുണ്ടാകുമെന്നോ ഈ സഖ്യം ഒരിക്കലും തകരില്ല എന്നുള്ള ഉറപ്പുമാണ് സഖ്യകക്ഷി നേതാക്കൾ നരേന്ദ്രമോദിക്ക് നൽകുന്നത്. മോദിയെ പ്രശംസിക്കാനും പ്രകീർത്തിക്കാനും നേതാക്കൾ മറക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ വിമർശിക്കാനും. മാനനീയ പ്രധാനമന്ത്രി ജി, അല്പസമയത്തിനകം തന്നെ നരേന്ദ്രമോദിയും സംസാരിക്കും. എൻ ഡി എയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു. മൂന്നാം വട്ടവും പ്രധാനമന്ത്രി കസേരയിലേക്ക് നരേന്ദ്രമോദി എത്തുകയാണ്. കേരളത്തിനെ സംബന്ധിച്ച് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന ഉറപ്പാണ് ഇപ്പോൾ ലഭിക്കുന്നത്. और मैं आपको पूरे विश्वास के साथ ये कहना चाहती हूं कि हमारे तीसरे कार्यकाल में आपके नेतृत्व में രാജ്നാഥ് സിംഗ് ആണ് എൻ ഡി എയുടെ പാർലമെന്ററി പാർട്ടി നേതാവായി നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിച്ചത്. പിന്നാലെ വന്ന അമിത്ഷായും നിതിൻ ഗഡ്കരിയും ഈ നിർദ്ദേശത്തെ പിന്തുണച്ചു. ഭാരത് की उपलब्धियों की चर्चा होगी, भारत की जय जयकार होगी. എടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ചന്ദ്രബാബു നായിഡുവും അതോടൊപ്പം തന്നെ നിതീഷ് കുമാറും ഉപയോഗിച്ച വാക്കുകളാണ്. കഴിഞ്ഞ 3 മാസമായി നരേന്ദ്രമോദി വിശ്രമിച്ചിട്ടില്ല എന്നും ഇന്ത്യക്ക് ലഭിച്ച ഏറ്റവും മികച്ച നേതാവാണ് നരേന്ദ്രമോദി എന്നുമാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞത്. ഇപ്പോൾ പവൻ കല്യാൺ സംസാരിക്കുകയാണ്. श्री नरेंद्र मोदी जी,
my heartfelt wishes. ഡൽഹിയിൽ നിന്ന് പി ബസന്ത് തുടരുന്നുണ്ട്. ബസന്ത്, വളരെ കൗതുകമുള്ള കാഴ്ചകൾ കൂടിയാണ്. നോക്കൂ, ഒരുപക്ഷെ കുറച്ച് മാസങ്ങൾക്കിപ്പുറം 2023 നരേന്ദ്രമോദിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച നിതീഷ് കുമാറിനെ നമ്മൾ കണ്ടത്. അതിനു മുമ്പ് ചന്ദ്രബാബു നായിഡു നരേന്ദ്രമോദിയെ വിമർശിക്കാൻ ഉപയോഗിച്ച വാക്കുകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മോശം നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ് നരേന്ദ്രമോദി എന്നായിരുന്നു അന്ന് നായിഡു പറഞ്ഞത്. പക്ഷേ ഇന്ന് നോക്കൂ, ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ, വാനോളം ഉയർത്തിയ നേതാവാണെന്ന് ഇരുവരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. Chandrababuji, your prophecy came true. Modiji, you truly inspired the nation. As long as you are the Prime Minister of this country, our country will never bow down to anyone, sir. The mighty Himalayas will never bow down like that. പവൻ കല്യാൺ സംസാരിക്കുകയാണ്. മൂന്നാം ഊഴത്തിന് നരേന്ദ്രമോദി തയ്യാറായി കഴിഞ്ഞു. സഖ്യകക്ഷികളൊക്കെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞു. ബസന്ത്, നമുക്ക് ഒരു കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു സാധ്യതാ പട്ടിക നോക്കിയാൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് കേൾക്കുന്നുണ്ട്, പീയൂഷ് ഗോയലിന്റെ പേര് കേൾക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ എസ് ജയശങ്കറിനെ റീറ്റെയിൻ ചെയ്യുമെന്ന് കേൾക്കുന്നുണ്ട്. നിലനിർത്തുക ആരൊക്കെയായിരിക്കും? പുതുതായി ഉൾപ്പെടുത്താൻ സാധ്യതയുള്ള പേരുകൾ ഇപ്പോൾ കേൾക്കുന്നത് ഏതൊക്കെയാണ് ബസന്ത്? ആര്യ, പ്രധാന വകുപ്പുകളൊക്കെ തന്നെ BJP കയ്യിൽ വെക്കുമെന്നുള്ളൊരു സൂചന തന്നെയാണുള്ളത്. അതായത് ആഭ്യന്തരം, പ്രതിരോധം, ധനം തുടങ്ങി കൃഷി തുടങ്ങിയവയൊക്കെ തന്നെ BJPയുടെ കയ്യിൽ തന്നെ ഉണ്ടാകും എന്നുള്ള തന്നെ സൂചനയാണുള്ളത്. സ്പീക്കർ സ്ഥാനവും BJP തന്നെ കയ്യിൽ വെക്കും എന്നുള്ളൊരു സൂചനയാണ്. അതായത് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. ആരും ഇതുവരെ അങ്ങനെ ഒരു ഔദ്യോഗികമായി ചോദിച്ചിട്ടില്ല എന്നാണ് BJP നേതാക്കൾ ഇന്ന് രാവിലെ പോലും സംസാരിക്കുമ്പോൾ പറഞ്ഞ അങ്ങനെ ഒരു ആവശ്യം ആരുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അഥവാ വന്നാലും ഞങ്ങൾ നൽകാൻ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് അവർക്കുള്ളത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തെ സംബന്ധിച്ചാണെങ്കിൽ കഴിഞ്ഞ 17 ലോക്സഭയിൽ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ഒരാളെയും തിരഞ്ഞെടുക്കാൻ തയ്യാറായിട്ടില്ല NDA. സാധാരണ പ്രതിപക്ഷത്തിന് പോകുന്നതാണ്. പ്രതിപക്ഷത്തിന് നൽകാനോ അല്ലെങ്കിൽ ഇവരെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷത്തില്ലാത്ത മറ്റേതെങ്കിലും പാർട്ടികൾക്ക് നൽകാനോ BJP തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലുള്ളവരെ പരിഗണിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും സഖ്യകക്ഷികൾക്ക് നൽകില്ല. ആഭ്യന്തരം, ധനകാര്യം അടക്കമുള്ള വകുപ്പുകളൊന്നും കൈമാറില്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് BJP.